നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെ ക്രിസ്മസ് ക്രാഫ്റ്റിന് നമുക്ക് ഒട്ടും തന്നെ പശ ഒന്നുമില്ലാണ്ട് നമുക്ക് ഒരു A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്താലോ. പശയുടെ ആവശ്യമില്ല, വെട്ടി നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇത് അമ്മമാർക്ക് സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾ പഠിപ്പിച്ചെടുക്കാവുന്നുള്ളൂ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പം ഇത് എളുപ്പമാണ്. ഒരൊറ്റ പേപ്പർ മതി. ഒരു 2 രൂപയുടെ A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് കുത്തി നിർത്തി ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് ടേബിളിലൊക്കെ വയ്ക്കാം കേട്ടോ. നമ്മുടെ ക്രിസ്മസ് സാൻഡേ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ടേബിളിൽ എടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. ഇതുപോലെ നിങ്ങൾ അതിങ്ങനെ വട്ടം മടക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ വട്ടം മടക്കിയെടുക്കുക, സ്ക്വയർ ആയിട്ടുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് ഭാഗം നീണ്ടു വന്നിട്ടില്ലേ, അത് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്കിത് നല്ലൊരു കറക്റ്റ് സ്ക്വയറായിട്ട് നല്ല സമചതുരത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒന്നും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ത്രികോണ രീതിയിൽ ഒന്ന് ഇത് ഈ മൂല ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒരു പാട് വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നാലും ആ കറക്റ്റ് ആ ഒരു മുന പോലെ കിട്ടത്തുള്ളൂ. വീണ്ടും വട്ടം മടക്കുക, ഇതുപോലെ കേട്ടോ. ശരിക്കും ഇങ്ങനെ മടക്കുക. ഇനി ഇതിങ്ങനെ തുറക്കുക. അപ്പോൾ ഇതിങ്ങനെ വര വീണേക്കടെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വീണ്ടും ഒന്നും കൂടെ എടുത്ത് മടക്കിയിട്ട് ഇത് ഇങ്ങനെ ചെരിച്ച് നോക്കുമ്പം ഇത് കണ്ടോ, ഒരു ത്രികോണം വന്നേക്കുന്നുണ്ടോ. ഈ ത്രികോണം വന്നേക്കുന്നതിന് ഈ സെൻറ്റർ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡ് കണ്ടോ, 2 സൈഡ് ഭാഗം നമുക്കിതിങ്ങനെ അകത്തോട്ട് ഇതിങ്ങനെ തള്ളി മടക്കിയിട്ട് ഉള്ളിലോട്ട് കൊടുക്കാം. ഇതിങ്ങനെ കണ്ടോ, ഈ ഒരു രീതിയിൽ വരാവുന്ന രീതിയിൽ കറക്റ്റ് ഇതിങ്ങനെ ഒരു മുകൾ ഭാഗം താഴെ ഭാഗം ത്രികോണം പോലെ വന്നോട്ടോ. ഈ ഒരു രീതിയിൽ മടക്കുമ്പോൾ നോക്കി മടക്കുക. തിരിച്ച് നിങ്ങൾ മടക്കരുത് കേട്ടോ. ഈ മടക്കിലാണ് നമ്മുടെ ട്രീ ഇരിക്കുന്നത് കേട്ടോ. മടക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ട്രീ ശരിയായി കിട്ടത്തില്ല. ഇനി ഇങ്ങനെ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് നമുക്കത് ഈ ഓരോരോ മൂലഭാഗങ്ങളും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഓരോ എഡ്ജിൽ കൂടെ നമുക്ക് ഇങ്ങനെ പേന വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ചെരിച്ച് മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഒരു ഇതും കൂടെ ഇങ്ങനെ മടക്കാനുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ പേന വെച്ചിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തിട്ട് ഇത് അങ്ങോട്ടും ഇതിങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ മൂലകൾ നമുക്കിങ്ങനെ നമ്മൾ ആ മടക്കി വെച്ചേക്കുന്ന മൂലകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ പേന വെച്ച് കൊടുത്ത് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് തിരിച്ച് മടക്കി ഒരു 8ഓളം എഡ്ജ് വരുന്നുണ്ട് ഈ ഒരു നമ്മൾ ആ മടക്കി വെച്ചേക്കുന്ന ഭാഗത്ത്. അതെല്ലാം നമുക്കിങ്ങനെ തിരിച്ചിങ്ങനെ ചെരിച്ചിട്ട് നമുക്ക് പേന വെച്ച് കൊടുത്തിട്ട് ചെരിച്ച് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പശയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ട്രീ ആണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും 4 ഇത് വീതം ഇതിങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താഴത്തേക്ക് വന്നേക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, കുറച്ച് നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം നമുക്ക് കത്തിരി വെച്ചിട്ട് ഇതുപോലെ മൂല കട്ട് ചെയ്ത് കളയാം. ഇനി ഈ 4 ഭാഗം വന്നേക്കുന്നുണ്ടല്ലോ, അത് ഇതുപോലെ താഴ്ഭാഗം ഇങ്ങനെ 1 2 3 1 2 3 4 ഉണ്ട്, ഇങ്ങനെ ഒരു 5 കട്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണ്ട, 5 കട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ 5 കട്ട് ഇതുപോലെ ചേട്ടാ അകത്തി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് ഈ ഒരു മടക്കി ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ ഇതിൻ്റെ മൂലകൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പയ്യെ മടക്കി കൊടുക്കാം കേട്ടോ. സിമ്പിളല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മടക്കണേൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നിങ്ങൾ 1-2 തവണ അതങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ സാധാ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാം. ശരിയാവുമ്പം പച്ച കളർ പേപ്പറിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ക്രിസ്മസ് ക്രാഫ്റ്റിന് സ്കൂളിൽ നമുക്ക് കൊണ്ടുപോയി ചെന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് സാൻഡേ ആയിരുന്നു കേട്ടോ. സാൻഡേനെ കാണാൻ നല്ല ലുക്കല്ലായിരുന്നോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ട്രീയും നമുക്ക് സാൻഡേനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ ട്രീക്ക് ഒട്ടും തന്നെ പശയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ടേബിളിൻ്റെ മുകളിലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. ഇനി വൈറ്റ്നർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ മഞ്ഞ വീണേക്കുന്ന പോലെയുള്ളതിൻ്റെ ഒരു ഇത് വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ വൈറ്റ്നർ നോക്കിയപ്പോൾ ഒരു തുള്ളി വൈറ്റ്നറിലും മഷിയില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് ഇത് കണ്ടോ, ഇത് മോളുടെ പണിയാണെങ്കിൽ ഈ ഒരു എക്സലില്ലേ, മുട്ടയുടെ തോട് വെച്ചിട്ട് പുള്ളിക്കാരത്തി കണ്ടു വെച്ചേക്കണം. അതിനകത്ത് കുറേ അമ്പിളിമാവിൻ്റെ നക്ഷത്രമൊക്കെ വരച്ചിട്ട് ആ വൈറ്റിൻ്റെ കംപ്ലീറ്റ് തീർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പണിയൊക്കെ മോക്കുണ്ട്. അപ്പോൾ അവളുടെ പണിയത്. അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ഇങ്ങനത്തെയൊക്കെ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ മൊബൈലിനോടുള്ള അതിൻ്റെ അഡീഷനൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്രാഫ്റ്റിനൊക്കെ കേട്ടോ നല്ല ഭംഗിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അമ്മമാർക്ക് പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതൊരു ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.